തെറ്റ് ചെയ്യരുതെന്നും ചീത്ത പറയരുതെന്നും പലിശയ്ക്ക് കൊടുക്കരുതെന്നും പലിശ വാങ്ങരുതെന്നും നന്മ ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതിൽ എന്താടി കുഴപ്പം? എന്താടി ആ പഠിത്തം നിന്നെ കൊണ്ട് ഒക്കത്തില്ലേ? നിനക്ക് അങ്ങനെ ഒരു പഠിത്തം ഇല്ലാത്തതിന് ഞങ്ങൾ എന്തോ ചെയ്യാൻ? ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിസ്കരിക്കാൻ പഠിപ്പിക്കും, അത്യാവശ്യ ദിനചര്യകൾ പഠിപ്പിക്കും, വൃത്തി പഠിപ്പിക്കും. ഏറ്റവും മുഖ്യമായിട്ടുള്ളത്, ഏറ്റവും ഇതായിട്ടുള്ളത് വൃത്തിയാണ്. മനുഷ്യൻ ഏറ്റവും ആത്യന്തികമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ, വൃത്തിയുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മുടെ സൊസൈറ്റിയിലും ആ വൃത്തി വേണമെന്ന് തന്നെയാണ് പറയുന്നത്. പെടുത്താ കഴിവാതെ നടക്കുന്ന ടീമിന്റെ അടുത്തൊക്കെ നമ്മൾ എന്ത് പറഞ്ഞ എന്തെന്ന് കാര്യം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ശീതൾ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഭയങ്കരമായ ഡൗട്ട്, അതായത് മതവിദ്യാഭ്യാസം മദ്രസകളിൽ എന്ത് മാങ്ങാത്തൊലിയാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അവരുടെ സംശയം. അവരുടെ അവരൊരു വീഡിയോസ് ഇട്ടിരുന്നു. അതിന്റെ ഹെഡിങ് തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിൽ എന്ത് മാങ്ങാത്തൊലിയാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അവരുടെ ആ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരുടെ സംശയം നമുക്ക് എല്ലാവർക്കും ഒന്ന് തീർത്തു കൊടുക്കണ്ടേ? മദ്രസകളിൽ എന്താ പഠിപ്പിക്കേണ്ടത് എന്ന് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും മാങ്ങാത്തൊലി ചേനത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്തായാലും ആ ഡൗട്ട് ഒന്ന് തീർത്തു കൊടുക്കാം. തന്നെയാണ്. ഞങ്ങൾക്ക് ആർക്കും ഈ മദ്രസ പഠിച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും, തെറ്റ് ചെയ്യരുതെന്നും ചീത്ത പറയരുതെന്നും പലിശയ്ക്ക് കൊടുക്കരുതെന്നും പലിശ വാങ്ങരുതെന്നും നന്മ ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതിൽ എന്താടി കുഴപ്പം? എന്താടി ആ പഠിത്തം നിന്നെ കൊണ്ട് ഒക്കത്തില്ലേ? നിനക്ക് അങ്ങനെ ഒരു പഠിത്തം ഇല്ലാത്തതിന് ഞങ്ങൾ എന്തോ ചെയ്യാൻ? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുണ്ട്. മര്യാദ പഠിച്ചേ പറ്റുള്ളൂ, അന്തസ്സോടെ ജീവിച്ചാലേ പറ്റുള്ളൂ. ആ അന്തസ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. മദ്രസ വിദ്യാഭ്യാസത്തെ ആക്ഷേപിച്ചുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഈ പൊതുസമൂഹത്തിന് എന്ത് മാങ്ങാത്തലിയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അവരിറക്കിയിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. എത്ര വലിയൊരു അനാവശ്യമാണ്, അന്യായമാണ് ഈ സമസ്ത എന്ന മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല, സമയനഷ്ടവുമാണ്. ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛമുണ്ട്. ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ, അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ, അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അത് ഒരു നാടിനെ ആകെ, അതും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കട്ടി വേണം, പ്രത്യേക വിവരമില്ലായ്മ വേണം. അതിവർക്കുണ്ട് എന്നിവർ തെളിയിക്കുകയാണ്. ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തുറന്നു ചോദിക്കുകയാണ്. ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്നു ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. എന്താണ്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസവും വിവരവും നിലവാരവും സംസ്കാരവുമുള്ള ഒരു തലമുറ ഉണ്ടാവുകയാണ്. അതിലൂടെയാണ് ഇവിടെ നമുക്ക് ഡോക്ടർമാരും ടീച്ചർമാരും എഞ്ചിനീയർമാരും എല്ലാ ജോലിക്കാരും തൊഴിലുകളും സാധ്യമാകുന്നത്. എല്ലാവരും പഠിച്ചിറങ്ങുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പോയി പഠിക്കുന്നതും അല്ലെങ്കിൽ മദ്രസയിൽ പോയി പഠിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അവിടെ പഠിക്കുന്നത് കൊണ്ട് നമുക്കാർക്കും ഒരു പ്രയോജനവുമില്ല. ഈ പറയുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പ്രയോജനമെന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അറിയാം. എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള നല്ല ആശയങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനൊരു മനസ്സിനൊരു വിശാലത വേണം. ഈ മതം തീർത്ത ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന, അതുമാത്രം ശ്വസിച്ചും തിന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തലയിലേക്ക് കയറുക പോലുമില്ല. മതം 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 അതിനുവേണ്ടി സംസാരിക്കുക, അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയണം. അത് പണ്ട് 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോഴും മനസ്സിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയല്ലേ സൂംബ ഡാൻസ് വന്നപ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരു നിലവാരം കുറച്ച് വിവാദമാക്കിയത്. നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് അവരുടെ സംശയം. ഇസ്ലാം മതവിശ്വാസികള് അവരുടെ കുട്ടികളെ മതപഠനം നടത്തുന്നത് അവർക്ക് ആത്മീയമായിട്ടുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഈ മതപഠനം നടത്തുന്നത്. മനസ്സിലായോ ശീതളെ? മാങ്ങാത്തൊലി ഇതാണ്. മാങ്ങാത്തൊലിയും ചേനത്തൊലിയും ഒന്നുമല്ല, അവർക്ക് ആത്മീയമായ അറിവിന് വേണ്ടിയിട്ടാണ് മതപഠനം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് വൃദ്ധസദനത്തിലെ അമ്മമാരെ നോക്കിയാല് കൂടുതലും ഹൈന്ദവർ തന്നെയാണ്. ഒരു മുസ്ലിമിനെ, അതായത് ഈ വൃദ്ധസദനത്തിലേക്കൊന്നും മുസ്ലിംസിനെ അങ്ങ് വളരെ ചുരുക്കമായിരിക്കും കാണുന്നത്. ഉണ്ടോന്ന് തന്നെ എനിക്ക് അറിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വർഗം എന്ന് പറഞ്ഞത് ഉമ്മയുടെ കാൽപാദത്തിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഉമ്മമാരെ നമ്മുടെ സ്വർഗത്ത് കൊണ്ടുവന്ന് വല്ല
അനാഥാലയത്തിലോ അങ്ങനെയൊന്നും, അതായത് വൃദ്ധസദനത്തിലോ ഒന്നും തള്ളാൻ ആരും കൂട്ടു നിൽക്കില്ല, ആരും നിൽക്കില്ല. അതാണ് ഈ മതം കൊണ്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ഗുണം. ഏറ്റവും വലിയ ഗുണം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്നുള്ള ആ ഒരു മതപഠനത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. ഇപ്പൊ മനസ്സിലായോ ഈ മദ്രസ പഠനം കൊണ്ടുള്ള ഗുണം? മനസ്സിലായോ ശീതളെ? കേൾക്കുന്നവർ വിചാരിക്കുന്നത് എന്തോ, ആ നേരാണ്, അല്ലയോ ഇസ്ലാമിയരെല്ലാം പൊട്ടമാരാ, ഇവർക്ക് മദ്രസ പഠിത്തമാണ് കൂടുതൽ. എത്രയോ മദ്രസ, ഞങ്ങളെല്ലാവരും എത്രയോ പേര് മദ്രസ പഠിച്ചവരുണ്ട്. ഞങ്ങളെല്ലാവരും മദ്രസയിൽ പോയവർ തന്നെയാണ്, മദ്രസയിൽ പഠിച്ചവർ തന്നെയാണ്. ഞങ്ങൾക്ക് ആർക്കും ഈ മദ്രസ പഠിച്ചത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും, തെറ്റ് ചെയ്യരുതെന്നും ചീത്ത പറയരുതെന്നും പലിശയ്ക്ക് കൊടുക്കരുതെന്നും പലിശ വാങ്ങരുതെന്നും നന്മ ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതിൽ എന്താടി കുഴപ്പം? എന്താടി ആ പഠിത്തം നിന്നെ കൊണ്ടൊക്കത്തില്ലേ? നിനക്ക് അങ്ങനെ ഒരു പഠിത്തം ഇല്ലാത്തതിന് ഞങ്ങൾ എന്തോ ചെയ്യാൻ? ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുണ്ട്, മര്യാദ പഠിച്ചേ പറ്റുള്ളൂ, അന്തസ്സോടെ ജീവിച്ചാലേ പറ്റുള്ളൂ. ആ അന്തസ് സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഐച്ഛിക വിഷയങ്ങളൊക്കെ പഠിക്കാൻ സ്കൂളിൽ പോകണം, പത്ത് പഠിപ്പിക്കും, അവിടെ പോയി കേൾക്കുക എന്നുള്ളതാണ്. അതിന് വിടുന്നില്ല എന്നൊന്നും പരാതിയൊന്നും ഇല്ലല്ലോ, ആരും വിടാതെയൊന്നും ഇരിക്കുന്നില്ലല്ലോ. എത്ര മുസ്ലിമിൽ നിന്ന് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, മുസ്ലിമിൽ നിന്ന് എത്ര അധ്യാപകന്മാരുണ്ട്, എത്ര മുസ്ലിംസ് ഉണ്ട് ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇവിടെ ഫണ്ട് കൊണ്ടുവരുന്നത് മുസ്ലിംസ് ആണ്, NRI ഒക്കെ കൊണ്ടുപോയി. എങ്ങനെയാണ്? അവരൊന്നും പഠിക്കാത്തവരാണോ? ഡിഗ്രി ഇല്ലാത്ത ഒരു കൊച്ചിനെ ഒന്ന് കാണിച്ചെന്നാണ്. എല്ലാ പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. മലപ്പുറം ഒക്കെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവള് വായ്ത്താളം പറയുന്നത്. അങ്ങ് കണ്ണു അടച്ച് പെട്ടെന്ന് ഒരു സാധനം കിട്ടി എന്നാ പിന്നെ ഇസ്ലാമിനെ അങ്ങ് എടുത്ത് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കണം. അക്കച്ചി ആദ്യം അക്കച്ചിയുടെ കമ്മ്യൂണിറ്റി കിട്ടു നോക്ക്. കമ്മ്യൂണിറ്റിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്? ഈ ഹൈന്ദവരാണ്. എന്നാൽ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ ഹൈന്ദവര് തന്നെയാണ്. അപ്പോ ഈ എന്താ പറയാ, മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഈ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചൊരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. നമ്മളുടെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഒരിക്കലും അത് ചെയ്യരുത് എന്നാണ് ഈ ഞങ്ങളെല്ലാവരെയും, ഈ മദ്രസയിൽ പോയിട്ടുള്ള എല്ലാവരെയും നമ്മളെല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അറിവ്, അതായത് നമ്മൾ സ്വയം അങ്ങനെ മരണത്തിലേക്ക് നമ്മളായിട്ട് ചെന്ന് അടുത്തു കഴിഞ്ഞാൽ, അതായത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിന്റെ അവകാശികളല്ല, നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഇന്ത്യക്ക് എന്താണ് കിട്ടിയത്? ഇന്ത്യക്ക് മുസ്ലിംസിനെ കൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കൃത്യമാണ്. തുണി ഉടുക്കാൻ പഠിപ്പിച്ചത് തൊട്ട് ഇങ്ങേയറ്റം A-Z ചരിത്രം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിയെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. ഞാൻ അത്രയ്ക്കൊന്നും പോകുന്നില്ല. നിന്റെ ഒരു വിഷയത്തിലേക്ക് വരാം. ഈ പ്രശ്നം എന്തുകൊണ്ട്, ഇത് ഒരുപാട് പോക്കർത്തരം ഈ പെണ്ണ് പറയുന്നുണ്ട്. അത്രയും പോക്കർത്തരം നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല, അത് പറയേണ്ട കാര്യമില്ല. എന്നാലും ഇത് എന്താണ് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവൾ പറയുന്നതിൽ കഴമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. സമസ്ത എന്ന് പറയുന്നത് ഇസ്ലാം കമ്മ്യൂണിറ്റിയുടെ ഒരു വിഭാഗമാണ്. ഒരുപാട് വിഭാഗങ്ങളുണ്ട്, അതിലൊരു വിഭാഗമാണ്. മിക്കവാറും മണ്ടത്തരം മാത്രം പറയുന്ന ഒരാളാണ് ഈ ഫൈസി എന്ന് ഞാൻ പറയും. കാരണം അയാൾക്ക് തീരെ ബോധം വിവരമില്ല. അത് മുഴുക്ക മുസ്ലിമിന്റെ വക്താവാണ് അയാളെന്ന് ഇവളോട് ആര് പറഞ്ഞു? അല്ലെങ്കിൽ അയാൾ തന്നെ പറഞ്ഞു ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ് എന്ന് പറഞ്ഞു? ഇല്ല. സമസ്തയിൽ നിന്നുള്ള പിള്ളേർ പോകില്ലെന്നല്ലേ പറഞ്ഞു. അയാൾക്ക് ഇഷ്ടമുള്ളടത്ത് പഠിപ്പിച്ചോട്ടെ എന്നേ പറയാൻ പറ്റൂ. ഇനി കുറെ പോയിട്ട് ഇവള് പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ ഗവൺമെന്റ് വിദ്യാഭ്യാസം വേണ്ടാന്ന് വെച്ചിട്ട് പ്രൈവറ്റിൽ വിടാം. അത് പറയാൻ നീ പറ്റത്തില്ല, അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിൽ വെച്ചോ എന്നും പറയുന്നുണ്ട് ശീതൾ. ഞാൻ അത് ഒരുപാട് കേൾപ്പിക്കുന്നില്ല, അത് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല. ഇന്ത്യയിൽ നിർബന്ധിത വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ ഉണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പേരൻസിനെ വന്ന് അടിയിൽ തന്ന് കൊച്ചുങ്ങളെ എടുത്തോണ്ട് പോകാം. അത് മാത്രമല്ല കേട്ടോ, മറ്റുള്ള മതങ്ങളെ നിന്ദിക്കരുതെന്നും ബഹുമാനിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ചു തരുന്നത് ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ശീതൾ പറയുന്നുണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് നമുക്ക് ഡോക്ടറെ കിട്ടുന്നുണ്ട്, എഞ്ചിനീയറെ കിട്ടുന്നുണ്ട്, കളക്ടറെ കിട്ടുന്നുണ്ട്, അങ്ങനെ പലരെയും കിട്ടുന്നുണ്ട്. ഈ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് തേങ്ങാക്കൊലയാണ് കിട്ടുന്നതെന്നാണ് ഈ ശീതൾ ചോദിക്കുന്നത്. പക്ഷേ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് ഈ പറയപ്പെട്ടവർക്കെല്ലാം ഒരു വിവരം എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്.